ഏവർക്കും നമസ്കാരം. ബാബ എന്ന ഗ്രന്ഥത്തിൽ വസുദേവസ്വാമിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വസുദേവസ്വാമി എന്ന അനിതര സാധാരണമായ ഭക്തിയുള്ള അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും ഭക്തിയുമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ജീവിക്കുന്നതിന് വേണ്ടി കുറേക്കാലം ബോംബെയിൽ ജോലി ചെയ്യുകയുണ്ടായി. പക്ഷേ പിന്നീട് അദ്ദേഹം ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിട്ട് തൻ്റെ ഏകാഗ്രമായ ശ്രദ്ധ ഭഗവാനിലും ഗുരുവിലും മാത്രം അർപ്പിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഈ ഏകാഗ്രമായ ഭക്തിയെ കളിയാക്കുകയും സ്ത്രീകൾ, മദ്യം, മറ്റ് ഭൗതിക സുഖങ്ങൾ എന്നിവയിലേക്ക് അദ്ദേഹത്തെ ആകർഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തെ ഉപദേശിക്കുവാനും ശ്രമിച്ചു. തൻ്റെ യൗവനം ഇങ്ങനെ ഭക്തി, ആധ്യാത്മികത എന്നെല്ലാം പറഞ്ഞ് നശിപ്പിച്ച് കളയാനുള്ളതല്ല, ഈ സമയത്താണ് ഇത്തരത്തിലുള്ള സുഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അതിലൊന്നും വഴങ്ങാതെ തൻ്റെ നിഷ്കാമമായ ഭക്തിയും ഏകാഗ്രമായ ശ്രദ്ധയും കൊണ്ട് ഭഗവാനെ സേവിക്കുവാനായി തൻ്റെ ജീവിതം നീക്കിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ജീവിച്ചത് ഭഗവാനു വേണ്ടി മാത്രമാണ്. മറ്റെല്ലാ ലൗകിക സുഖങ്ങളും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരു ഭക്തൻ ഭഗവാനിൽ തന്നെ എത്തിച്ചേരുമെന്ന്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളുടെ ഓരോ അണുവും ഓരോ കോശവും ഉപയോഗിച്ച് ഭഗവാന്റെ നാമം ജപിക്കുക. നിങ്ങളുടെ സത്ത മുഴുവനും, നിങ്ങളുടെ സത്വം, അതായത് നമ്മുടെ ഉള്ളു മുഴുവനും ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട്, പ്രേമം കൊണ്ട് നിറയട്ടെ. നിങ്ങൾ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഭഗവാനെപ്പറ്റി പാടുമ്പോൾ അതിന് അത്രയധികം ശക്തി ഉണ്ടാവണം. എത്രയധികം ഭഗവാനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനുള്ള അത്ര ശക്തി. ഭഗവാനോടുള്ള ഭക്തി മൂലം നാണമെല്ലാം വെടിഞ്ഞ് ഉറക്കെ പാടുക. നിങ്ങളുടെ ഭഗവാനോടുള്ള ഭക്തി ഒരിക്കലും നാണം മൂലം അല്ലെങ്കിൽ അപമാനം തോന്നിയിട്ട് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഭക്തി മൂലം നിങ്ങൾ ഭഗവാനെപ്പറ്റി പാടുമ്പോൾ അത് നിങ്ങളുടെ ആ പരിസരമാകെ മുഴങ്ങിക്കേൾക്കട്ടെ. അതിലൊരു അപമാനവും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ നാമം മുഴങ്ങിക്കേൾക്കട്ടെ. അതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാനുമായിട്ട് ഒന്നു ചേരുവാനുള്ള ഒരു രഹസ്യം. ഒരിക്കൽ രാജേഷ് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഭഗവാന്റെ നാമം ഓരോ ശ്വാസത്തിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക? അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഇതായിരുന്നു: നമ്മൾ അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കണം. അങ്ങോട്ടേക്ക് എളുപ്പ വഴികളൊന്നുമില്ല. നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇനി വസുദേവസ്വാമിയുടെ കഥയിലേക്ക് തിരികെ വരാം. അദ്ദേഹം ഗണേഷ്പുരിയിലെ ഭഗവാൻ നിത്യാനന്ദയുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഉറച്ച ശിഷ്യനായി തീരുകയും ചെയ്തു. ഒരു രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഭഗവാൻ നിത്യാനന്ദയുടെ കാലത്താണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഗണേഷ്പുരിയുടെ വളരെ അടുത്തുള്ള മുംബൈയിലാണ് ജീവിച്ചിരുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ഗണേഷ്പുരിയിലെത്തിയത് ഭഗവാൻ നിത്യാനന്ദയുടെ മഹാസമാധിക്ക് ശേഷമാണ്. മുംബൈ ഗണേഷ്പുരിയുടെ അടുത്തായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും വളരെ എളുപ്പം ഗണേഷ്പുരിയിൽ സന്ദർശനം നടത്തുവാൻ സാധിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഭഗവാൻ നിത്യാനന്ദയോട് അദ്ദേഹത്തെ സ്ഥിരമായി ഗണേഷ്പുരിയിൽ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ഭഗവാൻ നിത്യാനന്ദ തൻ്റെ ദിവ്യമായ ഇടപെടലിലൂടെ അദ്ദേഹത്തിനെ ഈ ശക്തിയേറിയ നാഥക്ഷേത്രത്തിലെ പൂജാരിയായി നിയമിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ആ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് തൻ്റെ 80കളുടെ പകുതിയിലാണ്. അദ്ദേഹം അമ്പലത്തിൻ്റെ തന്നെ പരിസരത്തുള്ള വളരെ ചെറിയ ഒരു ഇടുങ്ങിയ മുറിയിൽ തൻ്റെ ജീവിതം ആരംഭിച്ചു. രാജേഷ് കാമത്ത് ഇനി തൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. മുംബൈയിൽ താമസിച്ചിരുന്നതുകൊണ്ട് വാരാന്ത്യങ്ങളിൽ ഗണേഷ്പുരി എനിക്ക് പോകുവാൻ വളരെ പ്രിയപ്പെട്ട ഒരിടമായി തീർന്നു. വസുദേവസ്വാമിയെ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം ഞാൻ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം വളരെയധികം സ്നേഹം എന്നിൽ ചൊരിയുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അതിന് കാരണം ഞങ്ങൾ മോഹൻജിയുടെ കുട്ടികളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഞങ്ങളെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളെ വളരെ ശ്രദ്ധാപൂർവം ആ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം കൊണ്ടുപോയി കാണിക്കുകയും അതേക്കുറിച്ച് ഞങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ആഗ്രഹമുള്ളിടത്തോളം സമയം അദ്ദേഹം ഞങ്ങളോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ആവശ്യപ്രകാരം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. മോഹൻജി പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ വളരെ ലളിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, ഇത് എൻ്റെ അപേക്ഷയാണ്, അത് നടക്കാൻ ഇടവരണമേ.
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അത്ര ശക്തിയുള്ളതായിരുന്നു. അത് വളരെ നിസ്വാർത്ഥവും വിശുദ്ധവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഭഗവാനോടുള്ള സ്നേഹപൂർവമായ നിർദ്ദേശമായി തീരുമായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വാമി വളരെ ലളിതമായി ഭഗവാനോട് തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരണം എന്ന് ആജ്ഞാപിക്കുകയായിരുന്നു. സ്വാമിജി എപ്പോഴും മോഹൻജിയെക്കുറിച്ച് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് സംസാരിച്ചിരുന്നതും ഓർത്തിരുന്നതും. മോഹൻജിയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ മോഹൻജിയുടെ പേര് കേൾക്കുന്ന മാത്രയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോഴെല്ലാം അദ്ദേഹം മോഹൻജിയെപ്പറ്റി വളരെ സ്നേഹപൂർവ്വം അന്വേഷിക്കുമായിരുന്നു. അദ്ദേഹം എവിടെയാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ എന്നെല്ലാം. അദ്ദേഹം മോഹൻജിയുടെ നന്മയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. മോഹൻജി അവിടെ ചെല്ലുമ്പോഴെല്ലാം തന്നോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് അദ്ദേഹം മോഹൻജിയോട് ആവശ്യപ്പെടുമായിരുന്നു. താൻ തൻ്റെ കൈകൊണ്ട് വച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം മോഹൻജിയെ നിർബന്ധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നിട്ടും മോഹൻജി അതെല്ലാം നിരസിക്കുമായിരുന്നു. കാരണം വസുദേവസ്വാമിജിക്ക് അധിക ജോലിഭാരമുണ്ടാക്കുവാൻ മോഹൻജി ആഗ്രഹിച്ചിരുന്നില്ല. വസുദേവസ്വാമി അത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. മോഹൻജി ഗണേഷ്പുരി സന്ദർശിക്കുമ്പോഴെല്ലാം പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായി സ്വാമിജി താമസിച്ചിരുന്ന നാഥക്ഷേത്രത്തിൽ സമയം ചിലവഴിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന നിത്യാനന്ദ സ്വാമിയുടെ പ്രധാനപ്പെട്ട സമാധിയിലെ തിരക്കിനേക്കാൾ അദ്ദേഹം ഇവിടുത്തെ ശാന്തതയിൽ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ മോഹൻജിയുടെ സന്ദർശനത്തിനിടയിൽ സ്വാമിജി വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ കബോർഡ് തുറക്കുകയും അതിലുണ്ടായിരുന്ന വളരെ വില കൂടിയ ഷോളുകളും ധോത്തികളും മോഹൻജിക്ക് നൽകുകയും ചെയ്തു. മോഹൻജി അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, സ്വാമിജി, അങ്ങ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇത്ര നല്ല വസ്ത്രങ്ങൾ അങ്ങയുടെ കബോർഡിലിരുന്നിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സമ്മാനം സ്വീകരിക്കുവാനാകുകയില്ല. അങ്ങ് ഈ വസ്ത്രങ്ങൾ ധരിച്ചു കണ്ടാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. സ്വാമിജി വളരെ നേരം അദ്ദേഹത്തെ നിർബന്ധിച്ചുവെങ്കിലും മോഹൻജി നിരസിച്ചു. അവസാനം സ്വാമി നിശബ്ദനായിത്തീരുകയും വളരെ ദുഃഖത്തോടെ നടന്നു നീങ്ങി ആ മുറിയുടെ ഒരു മൂലയിൽ ദുഃഖഭാരത്തോടെ ഇരിക്കുകയും ചെയ്തു. മോഹൻജി അദ്ദേഹത്തിൻ്റെ അരികിൽ പോയി ദുഃഖത്തിൻ്റെ കാരണം ചോദിച്ചു. സ്വാമിജി മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. മോഹൻജി അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്താൽ അങ്ങയ്ക്ക് സന്തോഷം വരും? സ്വാമിജി മറുപടി പറഞ്ഞു, അങ്ങ് ഞാൻ അങ്ങയ്ക്ക് സമ്മാനമായി നൽകിയ ഈ വസ്ത്രങ്ങൾ സ്വീകരിച്ചാൽ എനിക്ക് സന്തോഷമാകും. മോഹൻജി പറഞ്ഞു, അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനത് സ്വീകരിക്കുന്നു. ഒരു കുട്ടിയെപ്പോലെ സന്തോഷവാനായിക്കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് കബോർഡിനടുത്ത് പോവുകയും ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് മോഹൻജിക്ക് നൽകുകയും ചെയ്തു. വസുദേവ സ്വാമിജിയുടെ ചിന്തകൾക്ക് അസാധാരണമായ സൃഷ്ടിപരമായ ശക്തിയുണ്ടായിരുന്നു. ഒരിക്കൽ മുംബൈയിലായിരുന്നപ്പോൾ മോഹൻജി പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഗണേഷ്പുരിയിൽ പോകാം. എനിക്ക് വസുദേവ സ്വാമിജിയെ കാണുവാൻ ആഗ്രഹമുണ്ട്. അത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതല്ല, പക്ഷേ ഗണേഷ്പുരിയിലേക്ക് പോകുവാൻ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരുന്നു. മോഹൻജിയോടൊപ്പം ഭഗവാൻ നിത്യാനന്ദജിയുടെ ദിവ്യമായ സാന്നിധ്യത്തിൽ ചിലവഴിക്കാൻ സമയം കിട്ടുന്നത് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. വസുദേവ സ്വാമിജി മോഹൻജിയെ കണ്ടപ്പോൾ അത്യാഹ്ലാദത്തോടെ വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. വസുദേവ സ്വാമിജിക്ക് ചുറ്റും ഞങ്ങൾ കൂടിയിരുന്നപ്പോൾ സ്വാമിജി മോഹൻജിയോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങയെ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങിപ്പോൾ എവിടെയായിരിക്കും? അങ്ങയുടെ തിരക്ക് പിടിച്ച യാത്രക്കിടയിൽ അങ്ങയെ കാണുവാൻ സാധിക്കുമോ? ഒരുപക്ഷെ അത് അസാധ്യമായിരിക്കാം എന്നെല്ലാം ഞാൻ ചിന്തിച്ചിരുന്നു. മോഹൻജി പറഞ്ഞു, സ്വാമിജി, അങ്ങയുടെ ആ ഒരൊറ്റ ചിന്ത എന്നെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവരികയായിരുന്നു. ഞാൻ അത്രയധികം അസ്വസ്ഥനായിരുന്നു മുംബൈയിൽ. മോഹൻജി പിന്നീട് ഞങ്ങളോടിങ്ങനെ പറയുകയുണ്ടായി, വസുദേവ സ്വാമിജിയുടെ സ്നേഹപൂർണവും നിർമ്മലവുമായ ചിന്തകൾ ഈ പ്രപഞ്ചത്തിനുള്ള ആജ്ഞകളായി മാറുന്നു. ഒരിക്കൽ സ്വാമിജിക്ക് ബഹുമാനാർത്ഥം ഒരു വളരെ മനോഹരമായ ഷോൾ, കുറച്ച് മനോഹരമായ വസ്ത്രങ്ങൾ, ഇംഗ്ലീഷിലുള്ള കുറച്ച് പുസ്തകങ്ങൾ എന്നിവ സമ്മാനമായി ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം വെച്ച് താൻ എന്തു ചെയ്യുമെന്ന് അദ്ദേഹം അതിശയിച്ചു. അദ്ദേഹം നിത്യാനന്ദ സ്വാമിയോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു. സ്വാമിജിയുടെ മറുപടി ലഭിച്ചു, അതെല്ലാം മോഹൻജിക്ക് നൽകുക എന്ന്. വസുദേവ സ്വാമിജി ആലോചിച്ചു, മോഹൻജി ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കും? എനിക്ക് എന്നാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയുക, ഇതെല്ലാം നൽകാൻ കഴിയുക?
അടുത്ത നഗരത്തിലുണ്ടായിരുന്ന മോഹൻജി ഒരിക്കൽ കൂടി വസുദേവസ്വാമിയുടെ വാസസ്ഥലത്തേക്ക് അന്ന് തന്നെ ആകർഷിക്കപ്പെട്ടു. സ്വാമിജിയുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ കണ്ടിട്ട് ഒരിക്കൽ മോഹൻജി അദ്ദേഹത്തിന് കുറച്ച് നല്ല വസ്ത്രങ്ങൾ കൊടുത്തുവിടുകയുണ്ടായി. അടുത്ത തവണ കണ്ടപ്പോഴും സ്വാമിജി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് കണ്ട് മോഹൻജി വിഷമത്തിലായി. അദ്ദേഹം ചോദിച്ചു, ഞാൻ അങ്ങേക്ക് വേണ്ടി തന്നുവിട്ട വസ്ത്രങ്ങൾ അങ്ങേക്ക് ലഭിച്ചില്ലേ? തീർച്ചയായും എനിക്കതെല്ലാം കിട്ടി. ഞാനതെല്ലാം എൻ്റെ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മോഹൻജി തെല്ല നിരാശയോടെ ചോദിച്ചു, വീണ്ടും അങ്ങ് എന്തിനാണ് കീറിപ്പറഞ്ഞിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്? സ്വാമിജി വിനയത്തോടെ മറുപടി പറഞ്ഞു, മോഹൻജി, എനിക്കിനി ഒരിക്കലും നല്ല വസ്ത്രങ്ങൾ തന്നുവിടരുത്. എനിക്കതെല്ലാം കാണുമ്പോൾ തന്നെ ഭയമാണ്. ഞാൻ ഇത്തരത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ ആളുകൾ എന്നെ ഒരു ധനികനായി കാണുകയും എന്നെ ശല്യപ്പെടുത്തുകയും ചെയ്യും. നേരെ മറിച്ച് ആളുകൾ എന്നെ പാവപ്പെട്ട പ്രയോജനമൊന്നുമില്ലാത്ത ഒരു വയസ്സനായി കണക്കാക്കുകയാണെങ്കിൽ അവരെന്നെ വെറുതെ വിടും. മറ്റുള്ളവർക്ക് എന്നെ പറ്റിയുള്ള ബഹുമതിയേക്കാൾ എനിക്ക് എൻ്റെ സമാധാനമാണ് വലുത്. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളുക. തൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുവാൻ മോഹൻജി ആവശ്യപ്പെട്ടു. അതിനുശേഷം സ്വാമിജിയുടെ ജീവിത നിലവാരം ഉയർത്തുവാനുള്ള ശ്രമമെല്ലാം മോഹൻജി ഉപേക്ഷിച്ചു. യേശുക്രിസ്തു ഒരിക്കൽ പറയുകയുണ്ടായി, സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനും ആദരിക്കപ്പെടുന്നില്ല. ഇത് തന്നെയായിരുന്നു വാസുദേവസ്വാമിയുടെ കാര്യത്തിലും. അവിടെയുള്ള തദ്ദേശവാസികൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഔന്നത്യം എന്താണെന്നോ. ഒരിക്കൽ മോഹൻജി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ സ്വാമിജിയുടെ കൂടെ മറ്റൊരാളെ കൂടി കണ്ടു. മോഹൻജി ചോദിച്ചു, ഓ, താങ്കൾക്ക് ഇപ്പോൾ ഒരു സഹായി കൂടിയുണ്ടല്ലേ? സ്വാമിജി മറുപടി പറഞ്ഞു, അല്ല, ഇയാൾ വന്നിരിക്കുന്നത് ചാരപ്പണിക്കാണ്. ഞാൻ പണക്കാരനാണോ, എത്ര പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നെല്ലാം അറിയുവാൻ വേണ്ടി. മറ്റൊരിക്കൽ മോഹൻജി ചെന്നപ്പോൾ അദ്ദേഹം മോഹൻജിയോട് പറഞ്ഞു, രാത്രി താൻ പുറത്തിറങ്ങിയപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ കല്ലെടുത്തെറിയുകയുണ്ടായി എന്ന്. ഭാഗികമായി അന്ധനായിരുന്നതുകൊണ്ട് തന്നെ കല്ലെറിഞ്ഞ ആൾക്കാരെ അദ്ദേഹത്തിന് ഓർക്കുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഒരു കല്ല് പോലും അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ കൊണ്ടില്ല. ഭഗവാൻ നിത്യാനന്ദ സ്വാമി പിന്നീട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് നിന്നിരുന്നത് കൊണ്ടാണ് ഒരു കല്ല് പോലും നിന്റെ ദേഹത്ത് കൊള്ളാതിരുന്നത്. കല്ലുകളെല്ലാം എൻ്റെ ദേഹത്താണ് പതിച്ചത്. മോഹൻജി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ പോലീസിൽ പരാതി പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് പോലീസിൽ പരാതി പറയുവാൻ ആഗ്രഹമില്ല. ഞാൻ പരാതിപ്പെട്ടാൽ അവർ തിരിച്ചറിയൽ പരേഡിന് വേണ്ടി അവരെല്ലാം വിളിച്ചു വരുത്തും. എനിക്ക് അവരുടെ മുഖമൊന്നും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ താല്പര്യമില്ല. അവരുടെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി എനിക്ക് മറ്റൊരു ജന്മം എടുക്കേണ്ടി വരും. ഞാൻ പരിശുദ്ധനായി നിലകൊള്ളട്ടെ. എന്നെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ അത് എൻ്റെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. കർമ്മത്തിന് അതിൻ്റേതായ ഭംഗിയുണ്ട്. കർമ്മം അതിൻ്റെ കണക്ക് തീർത്തുകൊള്ളും. അദ്ദേഹത്തിന് ആ സംഭവത്തിൽ നിരാശയോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായിരുന്നു. കല്ലെറിഞ്ഞ ആരെയും താൻ കണ്ടില്ലല്ലോ എന്നോർത്തിട്ട്. അദ്ദേഹത്തിന് അവരെപ്പറ്റി മോശമായി എന്തെങ്കിലും ചിന്തിക്കുവാൻ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. മോഹൻജി പിന്നീട് പറയുകയുണ്ടായി, ഇത്തരത്തിലൊരു സംഭവം സായിബാബയുമായി ബന്ധപ്പെട്ടുമുണ്ടായിരുന്നു. ആരോ ഇതുപോലെ തന്നെ സായിബാബയെ കല്ലെറിയുകയും അദ്ദേഹത്തിൻ്റെ തലപൊട്ടി ചോര വരികയും ചെയ്തു. അപ്പോൾ സായിബാബ ഇങ്ങനെ പറഞ്ഞു, മുറിവ് എൻ്റെ ശിരസിലാണെങ്കിലും വേദനിക്കുന്നത് ഭഗവാനാണ്. സജ്ജനങ്ങളെ, വസുദേവസ്വാമിയെക്കുറിച്ചുള്ള അധ്യായത്തിൻ്റെ 2ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.